നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറിയിൽ നാം ചർച്ച ചെയ്യുന്നത് കൊച്ചിയിലെ ഗതാഗത ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നഗരജല ഗതാഗത പദ്ധതി എന്ന നിലയിൽ ഇത് ഗതാഗതത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായമാകുന്നു. ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന ഈ സമ്പ്രദായം ദ്വീപുകൾക്ക് തമ്മിലുള്ള ബന്ധവും നഗരത്തിലെ യാത്രാ സൗകര്യവും മറ്റൊരു നിലയിലേക്ക് ഉയർത്തുന്നു. കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിൽ ആദ്യമായി ജലധിഷ്ഠിത നഗര ഗതാഗത സംവിധാനം അവതരിപ്പിച്ച പദ്ധതിയാണ്. ഇത് കൊച്ചിയിലെ ഗതാഗത കുരുക്കും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ ഉപയോഗിച്ച് 38 ടെർമിനലുകളുമായി 78 ബോട്ടുകൾ 76 കിലോമീറ്റർ ജലപാതത്തിൽ സർവീസ് നടത്തുന്നു. വൈറ്റില, കാക്കനാട്, ഹൈക്കോടതി, വൈപ്പിൻ എന്നിവയാണ് നിലവിലെ പ്രധാന റൂട്ടുകൾ. പദ്ധതി 2023 ഏപ്രിൽ മാസത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച ശേഷം ഇതുവരെ 5 ലക്ഷം യാത്രക്കാരാണ് ഇതിനകം ഈ ഗതാഗത സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളിൽ ഈ പദ്ധതിയോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഈ വിജയകരമായ തുടക്കത്തിന് ശേഷം 2024 ഡിസംബറിനകം 32 ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും കൂടുതൽ ദ്വീപുകളിൽ സർവീസുകൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിൽ സർവീസ് ആരംഭിക്കാൻ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇത് വിനോദസഞ്ചാരികൾക്കും ദ്വീപ് നിവാസികൾക്കും വലിയ ഗുണം ചെയ്യും. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കൂടുതൽ ദ്വീപുകളിലേക്ക് സർവീസ് വ്യാപിക്കാൻ പദ്ധതിയുണ്ട്. കടമാക്കുടി പോലുള്ള ദ്വീപുകളിൽ എത്തിച്ചേരാനാണ് അടുത്ത ലക്ഷ്യം. ഇതിലൂടെ ജലഗതാഗതം ഉപയോഗിച്ചുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയും മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. 78 ബോട്ടുകളിൽ 23 എണ്ണം 100 യാത്രക്കാരെയും ബാക്കിയുള്ളവ 50 പേർ വരെ യാത്ര ചെയ്യാവുന്നതുമാണ്. പദ്ധതിയുടെ പ്രധാന സവിശേഷത ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ALTO ബാറ്ററികൾ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അവ വെറും 15 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാവുന്നതുമാണ്. ഇത് പരിസ്ഥിതി സൗഹാർദ്ദമായ ഗതാഗത മാർഗമാണ്, കാരണം ഇത് മലിനീകരണവും കുറയ്ക്കുന്നു. കൂടാതെ വൈഫൈ സൗകര്യങ്ങളും ബോട്ടുകളിൽ ഉണ്ടായിരിക്കും. ടിക്കറ്റ് നിരക്കുകൾ 20 മുതൽ 40 രൂപ വരെയാണ്. കൂടാതെ കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് ബോട്ട്, മെട്രോ എന്നിവയിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. 2024 ഡിസംബറോടെ എല്ലാ ടെർമിനലുകളും പ്രവർത്തനം ആരംഭിച്ചാൽ 1.5 ലക്ഷം യാത്രക്കാരെ പ്രതിദിനം യാത്ര ചെയ്യാൻ കഴിയുന്ന ഗതാഗത സംവിധാനം ആയിരിക്കും ഈ വാട്ടർ മെട്രോ. ഇങ്ങനെയൊരു പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനം നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോ കേരളത്തിന്റെ സുസ്ഥിര ഗതാഗത അഭിമുഖ്യത്തിൽ നിർണായകമായ ചുവടുവെപ്പായി മാറി. ഇത് ഭാവിയിൽ കൂടുതൽ ദ്വീപുകൾക്കും നഗരത്തിന് ഗുണം ചെയ്യുമെന്ന് നിസ്സംശയം. പുതുവാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാണാം അടുത്ത പ്രോഗ്രാമിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.